വടകര എം പി ഷാഫി പറമ്പിലിനോട് തന്നെയാണ്. വെള്ളത്തിൽ ഇങ്ങനെ വരച്ചിട്ട് കാര്യമില്ല, വെള്ളത്തിൽ വരയ്ക്കരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നല്ലേ? അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കേരളത്തിലെ റെയിൽ സംവിധാനത്തെക്കുറിച്ച് ചിലത് പറഞ്ഞു. അതൊന്ന് നമുക്ക് കേൾക്കാം. അല്ല, ഉറപ്പായിട്ടും ഇപ്പം നമ്മളിപ്പോൾ റെയിൽവേ ഇഷ്യൂസ് അധികം പറയേണ്ടത് കേന്ദ്രത്തിൻ്റെ മുന്നിൽ തന്നെയാണല്ലോ. എനിക്ക് നിരവധി ഇപ്പം കോഴിക്കോട് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തിൻ്റെ ട്രെയിനിലൊക്കെ കയറാനുള്ള ആളുകളുടെ തിക്കും തിരക്കും കയറി പോകാൻ പറ്റാത്ത സാഹചര്യം. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ടായ പ്രയാസം ഇതൊക്കെ നമ്മൾ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഈ മേഖലയുടെ മലബാറിൻ്റെ റെയിൽവേ ആവശ്യങ്ങൾ ഒരു മുഖ്യ പ്രയോറിറ്റി ആയിരിക്കും, ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരിക്കും. നമുക്ക് ഈ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് വരെ ഇല്ല ഈ റൂട്ടിൽ, അപ്പോൾ അതൊരു വലിയ നെസസിറ്റിയാണ്. അപ്പം അതിനുവേണ്ടി തീർച്ചയായിട്ടും സഹപ്രവർത്തകരും മറ്റ് പ്രിയപ്പെട്ട സീനിയേഴ്സായിട്ടുള്ള എം പിമാരുണ്ട്, അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും അതൊരു ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കും. റെയിൽവേ വികസനം, കൂടുതൽ ട്രെയിനുകളും അനുവദിക്കേണ്ട കാര്യത്തിൽ നിർബന്ധമായും ഇടപെടലുകൾ ഉണ്ടാവും. ഷാഫി പറമ്പിൽ പറയുകയാണ്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ട്രെയിൻ കയറാനെത്തിയപ്പോൾ കണ്ട കാഴ്ച വലിയ തിരക്കാണ്. എം പിമാർക്ക് തിരക്ക് ബാധകമല്ല, MLA-മാർക്ക് തിരക്ക് ബാധകമല്ല, മന്ത്രിമാർക്കും തിരക്ക് ബാധകമല്ല. അവർക്ക് പ്രത്യേക കോട്ടയുണ്ട്, ആ കോട്ടയിൽ യാത്ര ചെയ്യാം. സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടുകയാണ്. ഒരു മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ മലബാറിലേക്ക് യാത്ര സാധ്യമാകൂ. മലബാറിൽ തിരിച്ചും അതേപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ. പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ, എന്ന് വെച്ചാൽ മലബാറിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ, അതല്ലെങ്കിൽ മലബാറിലുള്ള ജനങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് വരണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് നടക്കുക മന്ത്രിമാർക്കാണ്, MLA-മാർക്കാണ്, MP-മാർക്കാണ്, മറ്റ് VVIP-കൾക്ക് മാത്രമാണ്. സാധാരണക്കാർ തെരുവിൽ തന്നെയാണ്. അവർ തിരക്കിൽ ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ ശ്വാസം മുട്ടി നിൽക്കണം. നല്ല ചൂടിൽ ശ്വാസം മുട്ടി ആളുകൾ കുഴഞ്ഞു വീഴുന്ന വാർത്തകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉത്സവ സീസണൊന്നുമല്ല. ഉത്സവ സീസണാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനേ കഴിയില്ല, അത്രമാത്രം തിരക്കായിരിക്കും. എന്താണ് ഇതിനൊരു ബദൽ? എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ ഉള്ള വഴി? UDF പറഞ്ഞത് മറ്റൊന്നുമല്ല, വന്ദേ ഭാരത് ട്രെയിനുകൾ, കൂടുതൽ ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കുക എന്നതാണ്. അങ്ങനെ വന്ദേ ഭാരത് കേരളത്തിലേക്ക് വന്നു. വലിയ ആഘോഷമായിരുന്നു, വലിയ സ്വീകരണമായിരുന്നു. ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് വന്ദേ ഭാരത് വന്നത് എന്ന് UDF-ഉം, അതല്ല ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് BJP-യും കേരളത്തിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ സ്വീകരണമായിരുന്നു. എല്ലാവരും ലഡ്ഡു വിതരണം ചെയ്യുന്നു, ലോക്കോ പൈലറ്റിന് മാലയിടുന്നു, കൊട്ടും കൊരവ, പാട്ട്, കൂത്ത്, അങ്ങനെ നിരവധി കലാപരിപാടികളോടുകൂടിയാണ് ഓരോ കേന്ദ്രത്തിലും ഈ വന്ദേ ഭാരതിനെ സ്വീകരിച്ചത്. അവസാനം എന്തായി? വന്ദേ ഭാരത് ഓടുന്നുണ്ട്. വന്ദേ ഭാരത് ടിക്കറ്റ് കിട്ടാനും ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ. പക്ഷേ മറ്റൊരു പ്രശ്നവും കൂടി ഉണ്ടായി. വന്ദേ ഭാരത് ഓടുമ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പല ട്രെയിനുകളുടെയും സമയം മാറ്റി. പല ട്രെയിനുകളും പിടിച്ചിട്ടു, മണിക്കൂറുകളോളമാണ് പിടിച്ചിടുന്നത്. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. അങ്ങനെ ട്രെയിൻ യാത്രാ സംവിധാനം തന്നെ താറുമാറായി. 2 വന്ദേ ഭാരത് മാത്രമേ ഓടുന്നുള്ളൂ. അപ്പോൾ തന്നെ ഇതാണ് പ്രശ്നം. ഇനിയിപ്പോൾ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കാം. സീനിയറായ MP-മാരോട് സംസാരിച്ച് അത് സംബന്ധിച്ച് ഒരു എത്തും എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഇനിയും വന്ദേ ഭാരത് വന്നാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പല ട്രെയിനുകളും നിർത്തേണ്ടി വരും. കാരണം കേരളത്തിലെ റെയിൽ സംവിധാനം അത്രമാത്രം തിരക്ക് പിടിച്ചതാണ്. കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയില്ല. കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തണമെങ്കിൽ പാതകളുടെ എണ്ണം കൂട്ടണം. എവിടെ കൂട്ടാൻ കഴിയും പാതകളുടെ എണ്ണം? നിലവിലുള്ള സംവിധാനത്തിൽ റെയിൽവേയുടെ ഭൂമിയുണ്ട്, ഉള്ള സ്ഥലത്ത് കൂട്ടാം. പക്ഷെ നഗരപ്രദേശങ്ങളിലോ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. നഗരപ്രദേശങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുമോ? ഇപ്പോൾ നമ്മുടെ ട്രാക്കുകൾ പോകുന്ന വഴികളിലൂടെ ഒന്ന് മനസ്സുകൊണ്ട് സഞ്ചരിച്ച് നോക്കൂ. ഏത് നഗരത്തിൽ നിന്നാണ് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുക? അങ്ങനെ സ്ഥലം ഏറ്റെടുത്താൽ നഗരം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. അതിനെന്താണ് ബദൽ? നഗരത്തിന് പുറത്തുകൂടി ഒരു ട്രെയിൻ സംവിധാനം ഉണ്ടാക്കുക, ഒരു ഹൈസ്പീഡ് ട്രെയിൻ സംവിധാനം ഉണ്ടാക്കുക. അതാണ് ഇടതുപക്ഷം ഈ സർക്കാരിന്റെ ആദ്യഘട്ടം മുതൽ പറഞ്ഞത്. അതായിരുന്നു സിൽവർ ലൈൻ, അതായിരുന്നു കെയറെയിൻ. അതിന് തടയാൻ, അതൊരിക്കൽ നടക്കില്ല, അത് നടത്താൻ വിടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണ് ഈ ഷാഫി പറമ്പിലും കൂട്ടരും. ഷാഫി പറമ്പിൽ തന്നെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശൻ മുതൽ ഇങ്ങോട്ട് എല്ലാ കോൺഗ്രസിന്റെ നേതാക്കളും, യൂത്ത് കോൺഗ്രസ് നേതാക്കളും സമരരംഗത്തായിരുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും സമരരംഗത്തായിരുന്നു, SDPI സമരരംഗത്തായിരുന്നു. ഇതിലേറെ പറയുന്നു BJP സമരരംഗത്തായിരുന്നു. എന്തുകൊണ്ടാണ് BJP സമരരംഗത്തായിരുന്നു എന്ന് പറയുന്നത്? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സംയുക്ത പ്രോജക്റ്റാണ് കെയറെയിൻ. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിട്ടാണ് കെയറെയിൻ രൂപീകരിക്കുന്നത് തന്നെ.
അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്ത പ്രോജക്റ്റിനെതിരെയും പോലും സമരം ചെയ്ത് അത് മുടക്കാൻ ശ്രമിച്ച ആളുകളുടെ മുൻപന്തിയിലുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും. അതായിരുന്നു കേരളം കണ്ടത്. ഇപ്പോൾ ഓരോരാൾക്കും തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പിൽ വടകര മത്സരിച്ച് ജയിച്ചതുകൊണ്ടുള്ള ഒരു ഗുണം, ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രാ സൗകര്യം വളരെ പരിമിതമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നതാണ്. അത്രയെങ്കിലും തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് എം പിക്ക് ഉണ്ടായിട്ടില്ല, കണ്ണൂർ എം പിക്ക് ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ കോഴിക്കോട് എം പി എം കെ രാഘവനില്ല, അതോടൊപ്പം തന്നെ കണ്ണൂർ എം പി കെ സുധാകരൻ ഉണ്ടായിട്ടില്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് പറയാനെങ്കിലും നമ്മുടെ ഷാഫി പറമ്പിൽ തയ്യാറായല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഷാഫി പറമ്പിൽ അത് പറഞ്ഞത് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അത് എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നുകൂടി അദ്ദേഹം പറയണം. അദ്ദേഹം അത് ചർച്ച ചെയ്യണം. കാരണം ഇന്നത്തെ ട്രെയിൻ സംവിധാനത്തിലൂടെ ഒരിക്കലും പുതിയ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയില്ല. അത് നിലവിലുള്ള ട്രെയിൻ ഗതാഗതത്തെ താറുമാറാക്കും എന്ന കാര്യം സംശയമേ ഇല്ല. അതുകൊണ്ടാണ് ഒരു ബദൽ സംവിധാനം വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം, അത് ചർച്ചയിലൂടെ പരിഹരിക്കണം. അത് തന്നെ മെട്രോമാൻ പറഞ്ഞിട്ടുണ്ട്, ആകാശപാതയാണ് വേണ്ടത് എന്ന്. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ എന്തായാലും ഒരു ബദൽ റെയിൽ സംവിധാനം കേരളത്തിലുണ്ടാവണം, ഹൈസ്പീഡ് റെയിൽ സംവിധാനം കേരളത്തിലുണ്ടാകണം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കട്ടെ, അതിന് തുടക്കമാകട്ടെ ഈ ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾ എന്ന് നമുക്ക് ആശ്വസിക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത് അവിടെ ജനങ്ങൾക്ക് മുന്നിൽ തൽക്കാലം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം KPCC ഓഫീസിലെത്തുമ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോഴും അല്ലെങ്കിൽ VD സതീശനെ കാണുമ്പോഴും ഈ അഭിപ്രായം പറയണമെന്നില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കണമെന്നുമില്ല. അതാണ് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുക, എന്തെങ്കിലും പറഞ്ഞ് വഴിതെറ്റിക്കുക, അതിൽ നിന്ന് താൽക്കാലികമായി വോട്ടോ അതല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ നേടുക എന്നതിനപ്പുറത്തേക്ക് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പരിപാടി എപ്പോഴും കോൺഗ്രസിനില്ല. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ദുരവസ്ഥയും.